അറ്റോമിക് ഹാബിറ്റ്സ് കീ ലെസൺസ്. മോട്ടിവേഷൻ പോരാ, വേണ്ടത് സിസ്റ്റം. ഭാഗം 1. ചെറിയ മാറ്റങ്ങൾ വലിയ വിപ്ലവം. ജീവിതം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ സാധാരണയായി നോക്കുന്നത് വലിയ മാറ്റങ്ങളിലേക്കാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം മാറണം എന്ന മോഹം. ഇന്നു മുതൽ പുതിയ ജീവിതം, പുതിയ ശീലം, പുതിയ ഞാൻ. ഇത്തരം ചിന്തകൾ നമുക്ക് ആവേശം നൽകും. പക്ഷേ ആ ആവേശം പതുക്കെ മങ്ങുമ്പോൾ ജീവിതം വീണ്ടും പഴയ വഴിയിലേക്ക് തന്നെ തിരിയുന്നു. അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും: എനിക്കെന്തുകൊണ്ട് മാറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല? അറ്റോമിക് ഹാബിറ്റ്സ് ഈ ചോദ്യത്തിന് വളരെ ലളിതമായ പക്ഷെ ശക്തമായ ഒരു ഉത്തരമാണ് നൽകുന്നത്. പ്രശ്നം നമ്മുടെ കഴിവിലോ നിങ്ങളുടെ മനസ്സിലോ അല്ല. പ്രശ്നം നിങ്ങൾ മാറ്റത്തെ കാണുന്ന രീതിയിലാണ്. നമ്മൾ വലിയ മാറ്റങ്ങൾ തേടുമ്പോൾ ജീവിതം യഥാർത്ഥത്തിൽ മാറുന്നത് ചെറിയ മാറ്റങ്ങളിലൂടെയാണ്. ഒരു വിമാനത്തിന്റെ ദിശ ഒരു ഡിഗ്രി മാറിയാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായും വ്യത്യസ്തമായ സ്ഥലത്ത് എത്തിച്ചേരും. അതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും. ഓരോ ദിവസവും നടക്കുന്ന ചെറിയ തീരുമാനങ്ങൾ, ചെറിയ പ്രവർത്തനങ്ങൾ, പക്ഷേ പതുക്കെ സ്ഥിരമായി അത് നമ്മുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ അവയെ ഗൗരവത്തോടെ കാണാത്തതിനാലാണ് അവയുടെ ശക്തി നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്. നമ്മൾ പലപ്പോഴും വലിയ വിജയങ്ങളെ മാത്രം ആഘോഷിക്കുന്നു. പരീക്ഷയിൽ റാങ്ക്, ജോലിയിൽ പ്രൊമോഷൻ, ശരീരത്തിലെ മാറ്റങ്ങൾ. ഈ വലിയ നേട്ടങ്ങളുടെ പിന്നിൽ നിലകൊള്ളുന്ന ചെറിയ ശീലങ്ങളെ നമ്മൾ കാണുന്നില്ല. ദിവസേന ചിട്ടയായി പഠിച്ച ആ നിമിഷങ്ങൾ, ദിവസേന ചിട്ടയായി ചെയ്ത വ്യായാമങ്ങൾ, ഇന്ന് വേണ്ട എന്ന് തോന്നിയിട്ടും നിർത്താതെ തുടർന്ന ചെറിയ ശ്രമങ്ങൾ, ഇവയെല്ലാമാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിത്തറ. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ്: വിജയവും പരാജയവും പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളല്ല, അവ പ്രവർത്തനങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് ഒരാൾ പരാജയപ്പെടുന്നില്ല. അവൻ ദിവസേന എടുത്ത ചെറിയ തെറ്റായ തീരുമാനങ്ങളിലൂടെയാണ് അവൻ പരാജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെയാണ് വിജയവും. വിജയം നേടുന്നത് ഒരു ദിവസം കൊണ്ടല്ല, ദിവസേനയുള്ള ചെറിയ ശരിയായ തീരുമാനങ്ങളിലൂടെയാണ്. നമ്മൾ പലപ്പോഴും ശീലങ്ങളെ ചെറുതായി കാണുന്നു. ഇതുകൊണ്ട് എന്ത് മാറ്റമുണ്ടാകും എന്ന സംശയം നമ്മളെ പിന്തുടരും. ഒരു ദിവസം വായിച്ചാൽ എന്ത് മാറും? ഒരു ദിവസം നേരത്തെ ഉറങ്ങിയാൽ എന്ത് മാറും? ഒരു ദിവസം എക്സസൈസ് ചെയ്താൽ എന്ത് മാറും? ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ യഥാർത്ഥ മാറ്റം ഒരു ദിവസത്തിൽ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് അക്യുമുലേഷനിലൂടെയാണ്. ഒരു തുള്ളി വെള്ളം കൊണ്ട് ഒരു പാറ തകർന്നു വീഴുന്നില്ല. പക്ഷേ വർഷങ്ങളോളം ഒരേ സ്ഥലത്ത് പതിക്കുന്ന തുള്ളികൾ പാറയെ തന്നെ തകർക്കും. ഹാബിറ്റ് അതുപോലെയാണ്. അവ ശബ്ദമില്ലാതെ പ്രവർത്തിക്കും, കയ്യടികൾ ഇല്ലാതെ വളരും, പക്ഷേ അവയുടെ ഫലം അതീവ ശക്തമായിരിക്കും. അറ്റോമിക് ഹാബിറ്റ്സ് കോമ്പൗണ്ടിംഗ് എഫക്റ്റ് എന്ന ആശയം അവതരിപ്പിക്കുന്നു. ചെറിയ പുരോഗതികൾ ഒന്നിച്ചു ചേരുമ്പോൾ അവ വലിയ വളർച്ചയിലേക്ക് നയിക്കുന്നു. ഇന്ന് നിങ്ങൾ 1% മെച്ചപ്പെട്ടാൽ നാളെ മറ്റൊരു 1%. അങ്ങനെ തുടർന്നാൽ കുറച്ചു കാലത്തിനുള്ളിൽ നിങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചറിയാത്ത രീതിയിൽ മാറും. അതുപോലെ ദിവസേന 1% പിന്നോട്ടു പോയാൽ അത് വലിയ തകർച്ചയായി മാറും. നമ്മൾ പലപ്പോഴും ജീവിതത്തെ ഒരു മത്സരമായി കാണുന്നു. എത്ര വേഗം എത്താം എന്നാണ് നമ്മുടെ ചിന്ത. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ സ്ലോ ഡൗൺ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ശരിയായ ദിശയിലാണോ നിങ്ങൾ പോകുന്നത് എന്ന ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുന്നു. സ്പീഡിനേക്കാൾ പ്രധാനം ഡയറക്ഷനാണ്. തെറ്റായ ദിശയിൽ വേഗത്തിൽ പോകുന്നതിനേക്കാൾ ശരിയായ ദിശയിൽ പതുക്കെ പോകുന്നതാണ് വിജയം. മാറ്റം ഡ്രമാറ്റിക് ആയിരിക്കേണ്ടതില്ല, മാറ്റം കൺസിസ്റ്റന്റ് ആയാൽ മതി. നമ്മൾ വലിയ ചുവടുകൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും. പക്ഷേ ചെറിയ ചുവടുകൾ നമ്മളെ വീഴാതെ മുന്നോട്ട് കൊണ്ടുപോകും. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളോട് പറയുന്നത് നിങ്ങൾ സാധാരണ ദിവസങ്ങളിൽ അസാധാരണമായി കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നാണ്. ഈ കൺസിസ്റ്റൻസിയാണ് ജീവിതത്തെ പതുക്കെ പക്ഷേ ഉറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ജീവിതം ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് അത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അത് നിങ്ങൾ ഇന്നുവരെ ചെയ്ത ചെറിയ കാര്യങ്ങളുടെ ഫലമാണ്. അതുപോലെ നിങ്ങൾ നാളെ ആകാൻ പോകുന്ന വ്യക്തിയും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ ഫലമായിരിക്കും. അതുകൊണ്ട് ചെറിയ ശീലങ്ങളെ ചെറുതായി കാണരുത്. അവയാണ് വലിയ മാറ്റങ്ങളുടെ വിത്തുകൾ. ഭാഗം 2. ലക്ഷ്യങ്ങളല്ല, വേണ്ടത് സിസ്റ്റങ്ങൾ. ജീവിതം വിജയിക്കുന്നത് എങ്ങനെ? ജീവിതം മാറ്റണമെന്ന് തീരുമാനിക്കുന്ന നിമിഷം നമ്മൾ ആദ്യം ചെയ്യുന്നത് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കലാണ്. ഒരു വർഷത്തിനുള്ളിൽ ശരീരഭാരം കുറയ്ക്കണം, ഈ മാസം ഒരു പുസ്തകം എഴുതണം,
അടുത്ത പരീക്ഷയിൽ ഉയർന്ന സ്ഥാനം നേടണം, ഈ വർഷം തന്നെ ജീവിതം ശരിയാക്കണം. ഇത്തരം ലക്ഷ്യങ്ങൾ നമുക്ക് ദിശ കാണിച്ചു തരുന്നു എന്നത് സത്യമാണെങ്കിലും അതോടൊപ്പം തന്നെ അവ നമ്മളെ വഞ്ചിക്കുന്ന ഒരു മിഥ്യാബോധവും സൃഷ്ടിക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ഈ മിഥ്യയെ വളരെ ശാന്തമായി തുറന്നു കാണിക്കുന്നു. ഒരു ലക്ഷ്യം എന്നത് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് മാത്രമാണ്. എന്നാൽ ഒരു സിസ്റ്റം എന്നത് അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന മുഴുവൻ പ്രവർത്തനമാണ്. ലക്ഷ്യത്തെ ആരാധിക്കുകയും സിസ്റ്റത്തെ അവഗണിക്കുകയും ചെയ്യുന്ന നിമിഷത്തിലാണ് നമ്മുടെ പരാജയം ആരംഭിക്കുന്നത്. ഒരു പരീക്ഷയിൽ ഉയർന്ന സ്ഥാനം നേടിയ വിദ്യാർത്ഥിയെയും അതിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥിയെയും ഒന്ന് നോക്കാം. ഇരുവരും ഒരേ ലക്ഷ്യമാണ് നിശ്ചയിച്ചിട്ടുണ്ടാകുക. വ്യത്യാസം ലക്ഷ്യത്തിലല്ല, സിസ്റ്റത്തിലാണ്. ദിവസേന പഠിക്കുന്ന രീതി, ശ്രദ്ധയുടെ ഗുണമേന്മ, ആവർത്തനം, പുനഃപരിശീലനം ഇതെല്ലാമാണ് വിജയം നിർണയിച്ചത്. പരാജയപ്പെട്ട വിദ്യാർത്ഥി അവഗണിച്ചതും ഈ സിസ്റ്റം തന്നെയാകും. നമ്മൾ സാധാരണയായി ലക്ഷ്യം കൈവരിക്കുന്ന നിമിഷം മാത്രമാണ് കാണുന്നത്. അതിനു മുമ്പ് നടന്ന അനവധി ചെറിയ ദിവസങ്ങളെ നമ്മൾ മറക്കുന്നു. വിജയത്തെ നിർവചിക്കുന്നത് ലക്ഷ്യമല്ല, സിസ്റ്റമാണ് എന്നാണ് അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലക്ഷ്യത്തെ മാത്രം ആശ്രയിച്ചുള്ള ജീവിതം വളരെ ദുർബലമാണ്. ലക്ഷ്യം കൈവരിച്ചാൽ എന്താണ് സംഭവിക്കുക? കുറച്ചുകാലത്തെ സന്തോഷം, പിന്നെ ശൂന്യത, അതിനുശേഷം മറ്റൊരു ലക്ഷ്യത്തിന്റെ തിരച്ചിൽ. ഈ ചക്രം നമ്മളെ ഒരിക്കലും യഥാർത്ഥ തൃപ്തിയിലേക്ക് എത്തിക്കില്ല. സിസ്റ്റം കേന്ദ്രീകരിച്ച ജീവിതം ഇതിന്റെ പൂർണ്ണ വിപരീതമാണ്. അവിടെ ഓരോ ദിവസത്തിനും അർത്ഥമുണ്ട്. കാരണം ഓരോ ദിവസവും നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ താൽക്കാലികമായി മാറ്റും. സിസ്റ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്ഥിരമായി മാറ്റും. ലക്ഷ്യം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, സിസ്റ്റം നിങ്ങളെ മാറ്റിത്തീർക്കും. നമ്മൾ പലപ്പോഴും പരാജയത്തെ തെറ്റായാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥ പരാജയം സംഭവിച്ചത് സിസ്റ്റത്തിന്റെ തലത്തിലാണ്. സിസ്റ്റം ഇല്ലെങ്കിൽ ലക്ഷ്യം ഒരു ആഗ്രഹം മാത്രമായി അവശേഷിക്കും. ആഗ്രഹത്തിനും വിജയത്തിനുമിടയിലെ പാലമാണ് സിസ്റ്റം. സിസ്റ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളോട് ഒരു കാര്യം വ്യക്തമായി പറയുന്നു. പൂർണ്ണതയുള്ള ഒരു സിസ്റ്റം വേണമെന്നില്ല, പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം മതി. അത് ചെറിയതായാലും ലളിതമായാലും സ്ഥിരമായി പിന്തുടരാൻ കഴിയുന്നു എങ്കിൽ വലിയ ലക്ഷ്യങ്ങളെക്കാൾ അതിന് ശക്തിയുണ്ടാകും. നമ്മൾ പലപ്പോഴും ഭാവിയെ മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ സന്തോഷിക്കും, ഇത് നേടിയാൽ ഞാൻ ആശ്വാസത്തിലാകും. ഇത്തരം ചിന്തകൾ നമ്മളെ ഇപ്പോഴത്തെ നിമിഷത്തിൽ നിന്ന് അകറ്റുന്നു. ജീവിതം നടക്കുന്നത് ഇപ്പോൾ എന്ന നിമിഷത്തിൽ ആയിട്ടും നമ്മുടെ മനസ്സ് ഭാവിയിലേക്കാണ് ഓടുന്നത്. സിസ്റ്റം ആധാരമാക്കിയ ചിന്താരീതി നമ്മളെ വീണ്ടും ഇപ്പോൾ എന്ന നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇന്ന് ഈ നിമിഷം ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം അവിടെയാണ് ഏറ്റവും പ്രധാനമാകുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ മറ്റൊരു സത്യം പഠിപ്പിക്കുന്നു. ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ ഫലത്തെ വിലയിരുത്തും. സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ പ്രവർത്തനത്തെയാണ് ആസ്വദിക്കുന്നത്. പ്രവർത്തനത്തെ ആസ്വദിക്കുമ്പോൾ സ്ഥിരത എന്നത് സ്വാഭാവികമാകും. സ്ഥിരത സ്വാഭാവികമായാൽ ഫലം ഉറപ്പായും ലഭിക്കും. ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ച ചിന്താരീതിയിൽ പരാജയം എന്നത് ഒരു വിധിയാണ്. ഞാൻ പരാജയപ്പെട്ടു. എന്നാൽ സിസ്റ്റം കേന്ദ്രീകരിച്ച ചിന്താരീതിയിൽ പരാജയം ഒരു പാഠമാണ്. എന്റെ സിസ്റ്റത്തിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഇത്തരം ചിന്താമാറ്റം മനുഷ്യനെ മാനസികമായി കൂടുതൽ സുരക്ഷിതനാക്കുന്നു. സ്വയം കുറ്റപ്പെടുത്തലിൽ നിന്ന് സ്വയം മനസ്സിലാക്കലിലേക്കാണ് ഇത് നമ്മളെ നയിക്കുന്നത്. സിസ്റ്റം സ്വീകരിക്കുമ്പോൾ താരതമ്യം കുറയും. ലക്ഷ്യത്തെ നോക്കി ജീവിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുമായി തങ്ങളെ താരതമ്യം ചെയ്യും. സിസ്റ്റത്തെ നോക്കി ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കും. ഇന്നലത്തേക്കാൾ ഞാൻ ഇന്ന് 1% മെച്ചപ്പെട്ടോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായത്. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നു, ലക്ഷ്യമില്ലാതെ ഒരു സിസ്റ്റവും നിലനിൽക്കില്ല, സിസ്റ്റമില്ലാതെ ഒരു ലക്ഷ്യവും നേടാനാകില്ല. എന്നാൽ ലക്ഷ്യത്തെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കരുത്, സിസ്റ്റമാണ് ജീവിതത്തിന്റെ കേന്ദ്രം. നിങ്ങൾ ലക്ഷ്യത്തിലെത്തിയോ ഇല്ലയോ എന്നതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. നിങ്ങൾ ഏത് സിസ്റ്റത്തിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. നമ്മൾ ജയിക്കുന്നത് ഫിനിഷിംഗ് ലൈൻ കടക്കുമ്പോഴല്ല, ഫിനിഷിംഗ് ലൈനിലേക്ക് ദിവസേന നടക്കുമ്പോഴാണ്. ഭാഗം 3. വ്യക്തിത്വമാറ്റം. ഞാൻ ആരാകുന്നു എന്ന വിപ്ലവം. ഒരു മനുഷ്യൻ തന്റെ ജീവിതം മാറ്റാൻ തീരുമാനിക്കുന്ന നിമിഷത്തിൽ സാധാരണയായി ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. എനിക്ക് എന്ത് നേടണം? ഈ ചോദ്യത്തിൽ നിന്നാണ് ലക്ഷ്യങ്ങൾ ജനിക്കുന്നത്.
കൂടുതൽ പഠിക്കണം, നല്ല ജോലി നേടണം, ആരോഗ്യം മെച്ചപ്പെടുത്തണം, ജീവിതം ശരിയാക്കണം. ഈ ലക്ഷ്യങ്ങളെല്ലാം കേൾക്കാൻ മനോഹരമാണ്. സമൂഹം നമ്മളോട് പഠിപ്പിച്ചതും ഇതുതന്നെയാണ്. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, അതിലേക്ക് ഓടുക, അവിടെ എത്തുക. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സത്യമുണ്ട്. ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടും ജീവിതം മാറുന്നില്ല. മാറിയാൽ പോലും ആ മാറ്റം നിലനിൽക്കുന്നില്ല. ഭക്ഷണ നിയന്ത്രണം അവസാനിച്ചാൽ ഭാരം തിരികെ വരുന്നു. പരീക്ഷ കഴിഞ്ഞാൽ ഡിസിപ്ലിൻ നഷ്ടപ്പെടുന്നു. പുസ്തകങ്ങൾ വീണ്ടും അലമാരയിൽ തന്നെ തുടരുന്നു. ഈ രീതിയിലുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കുമ്പോൾ നമ്മൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല, എനിക്ക് ഡിസിപ്ലിൻ കുറവാണ്, മറ്റുള്ളവരെ പോലെ ഞാൻ ശക്തനല്ല. അറ്റോമിക് ഹാബിറ്റ്സ് ഈ കുറ്റബോധത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്നു. പ്രശ്നം നിങ്ങളുടെ കഴിവിലോ മനഃശക്തിയിലോ അല്ല. പ്രശ്നം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. എനിക്ക് എന്ത് നേടണം എന്ന ചോദ്യത്തിന് പകരം അറ്റോമിക് ഹാബിറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ ആരാകാൻ ആഗ്രഹിക്കുന്നു? ഈ ചോദ്യം ലളിതമായി തോന്നാം, പക്ഷേ മനുഷ്യന്റെ ഉള്ളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന ചോദ്യമാണിത്. കാരണം ശീലങ്ങൾ പുറത്തു കാണുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവ നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രകടനങ്ങളാണ്. നമ്മൾ സ്വയം ആരാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ ദിവസേന ചെയ്യുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഞാൻ വായനക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പുസ്തകം തുറക്കാൻ മോട്ടിവേഷൻ വേണം. ഞാൻ എൻ്റെ ആരോഗ്യത്തെ പരിഗണിക്കുന്ന ആളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വ്യായാമം ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. അവിടെ വ്യായാമം ഒരു ജോലിയല്ല, ഒരു സ്വാഭാവിക പ്രകടനമാണ്. ഇവിടെയാണ് വ്യക്തിത്വ മാറ്റം എന്ന ആശയം ശക്തമാകുന്നത്. നമ്മൾ പലപ്പോഴും ശീലങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത് പെരുമാറ്റത്തിന്റെ തലത്തിലാണ്. ഇന്നു മുതൽ വ്യായാമം തുടങ്ങാം, ഇന്നു മുതൽ പുകവലി നിർത്താം, ഇന്നു മുതൽ നേരത്തെ ഉറങ്ങാം. ഈ വാചകങ്ങളിൽ എല്ലാം പരിശ്രമമുണ്ട്, പോരാട്ടമുണ്ട്. പക്ഷേ ഇവയെല്ലാം വ്യക്തിത്വത്തിന് എതിരായ പ്രവർത്തനങ്ങളാണ്. ഞാൻ പുകവലിക്കുന്ന ആളാണ്, പക്ഷെ ഇപ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ഈ വാചകത്തിനുള്ളിൽ തന്നെ പരാജയം ഒളിഞ്ഞിരിക്കുന്നു. വ്യക്തിത്വം ഇപ്പോഴും പുകവലിക്കുന്നവൻ എന്ന് തന്നെയാണ്. പെരുമാറ്റം മാത്രം താൽക്കാലികമായി മാറ്റാൻ ശ്രമിക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് ഇവിടെ ഒരു മാറ്റം നിർദ്ദേശിക്കുന്നു. ഞാൻ പുകവലിക്കുന്ന ആളല്ല എന്ന് വ്യക്തിത്വത്തിന്റെ തലത്തിൽ നമ്മൾ മാറ്റത്തെ നിർവചിക്കണം. ഇത് ഒരു സ്വയം ആശ്വാസവാചകമല്ല, ഇതൊരു വ്യക്തിത്വ പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം ഒരു ദിവസം കൊണ്ട് സത്യമാകില്ല, പക്ഷേ ഓരോ ദിവസവും എടുത്ത ചെറിയ തീരുമാനങ്ങൾ ഈ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തും. വ്യക്തിത്വമാറ്റം ഒരു വലിയ പ്രഖ്യാപനത്തിലൂടെ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അത് ചെറിയ പ്രവർത്തനങ്ങളിലൂടെ പതുക്കെ എഴുതപ്പെടുന്ന ഒരു കഥയാണ്. ഒരു ദിവസം നിങ്ങൾ വ്യായാമം ചെയ്താൽ നിങ്ങൾ ഉടനെ ആരോഗ്യവാനാകില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു സന്ദേശം നൽകുകയാണ്: ഞാൻ എൻ്റെ ശരീരത്തെ പരിഗണിക്കുന്ന ആളാണ്. അടുത്ത ദിവസം വീണ്ടും വ്യായാമം ചെയ്യുമ്പോൾ ആ സന്ദേശം കൂടുതൽ ശക്തമാകും. ഇത്തരം സന്ദേശങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ വ്യക്തിത്വം ഉറപ്പിക്കുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തനവും ഒരു വോട്ടാണ്. ഒരു വോട്ട് മാത്രം ലഭിച്ചാൽ തിരഞ്ഞെടുപ്പ് ജയിക്കില്ല, പക്ഷേ വോട്ടുകൾ കൂടുമ്പോൾ ഫലം മാറും. അതുപോലെ ഒരിക്കൽ മാത്രം പുസ്തകം വായിച്ചാൽ നിങ്ങൾ വായനക്കാരനാകില്ല, പക്ഷേ വീണ്ടും വീണ്ടും വായിച്ചാൽ വായനക്കാരൻ എന്ന വ്യക്തിത്വം സ്വാഭാവികമായി രൂപപ്പെടും. ഇവിടെയാണ് മോട്ടിവേഷന്റെ പരിമിതി വ്യക്തമായി കാണുന്നത്. മോട്ടിവേഷൻ പറയുന്നു ഇന്ന് ഇത് ചെയ്യണം. വ്യക്തിത്വം ചോദിക്കുന്നത് ഞാൻ ഇത് ചെയ്യുന്ന ആളാണോ എന്നാണ്. വ്യക്തിത്വമാറ്റത്തിന്റെ മറ്റൊരു വശവും മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും വ്യക്തിത്വത്തെ കർശനമാക്കി മാറ്റുന്നു. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇതൊന്നും സാധിക്കില്ല, ഇതെന്റെ സ്വഭാവമല്ല. ഇത്തരം വാചകങ്ങൾ നമ്മളെ തന്നെ പൂട്ടുന്ന മതിലുകളാണ്. അറ്റോമിക് ഹാബിറ്റ്സ് വ്യക്തിത്വത്തെ വളരുന്ന ഒന്നായി കാണാൻ പഠിപ്പിക്കുന്നു. ഞാനിപ്പോൾ ഈ വ്യക്തിത്വം നിർമ്മിക്കുന്ന ആളാണ് എന്ന ചിന്ത നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കും, നമുക്ക് വളർച്ചയ്ക്ക് ഇടം നൽകും. വ്യക്തിത്വമാറ്റം മന്ദഗതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അത് വിശ്വസനീയമല്ലാത്തത്. വേഗത്തിലുള്ള മാറ്റം ശ്രദ്ധേയമായിരിക്കും, പക്ഷേ ദുർബലമായിരിക്കും. മന്ദഗതിയിലുള്ള മാറ്റം വിരസമായി തോന്നാം, പക്ഷേ ശക്തമായിരിക്കും. മോട്ടിവേഷൻ നമുക്ക് ആവേശം നൽകും, പക്ഷേ വ്യക്തിത്വമാണ് നമുക്ക് സ്ഥിരത നൽകുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങളാകാൻ പോകുന്ന വ്യക്തിയെ ശാന്തമായി സ്ഥിരമായി രൂപപ്പെടുത്തുകയാണ്. മോട്ടിവേഷൻ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത്. ഭാഗം 4. നിങ്ങൾ അറിയാതെ തന്നെ പരിസരം നിങ്ങളെ രൂപപ്പെടുത്തുന്നു.
നമ്മൾ ശീലങ്ങളിൽ പരാജയപ്പെടുമ്പോൾ ഏറ്റവും വേഗത്തിൽ കണ്ടെത്തുന്ന കാരണം സാധാരണയായി ഒരേയൊരു വാക്കാണ്: ഇച്ഛാശക്തി. എനിക്ക് ഇച്ഛാശക്തി കുറവാണ്, ഞാൻ അത്ര ശക്തനല്ല, മറ്റുള്ളവരെ പോലെ ആത്മനിയന്ത്രണം എനിക്ക് സാധിക്കില്ല. ഈ വാചകങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഉള്ളതല്ല, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനുള്ള വഴികളാണ്. അറ്റോമിക് ഹാബിറ്റ്സ് ഈ കുറ്റപ്പെടുത്തലിനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നു. പ്രശ്നം നിങ്ങളുടെ മനസ്സല്ല, പ്രശ്നം നിങ്ങൾ ജീവിക്കുന്ന പരിസരമാണ്. നമ്മൾ കരുതുന്നതിലും കൂടുതലായി നമ്മുടെ ദിവസേനയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പരിസരം തന്നെയാണ്. ഒരു ഫോൺ മേശപ്പുറത്ത് കിടക്കുന്നു, ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, നിങ്ങൾ ഫോൺ എടുക്കുന്നു. ഇത് ബോധപൂർവമായ ഒരു തീരുമാനമായിരുന്നില്ല, അതൊരു പതിവ് പ്രതികരണമായിരുന്നു. പരിസരം നൽകിയ സൂചനയ്ക്ക് നമ്മുടെ ബ്രെയിൻ പ്രതികരിച്ചു. ഇവിടെ മടിയുമില്ല, ദൗർബല്യവുമില്ല, രൂപകൽപ്പന മാത്രമാണ്. നമ്മൾ ജീവിക്കുന്നത് നിഷ്പക്ഷമായ ഒരു ലോകത്തിലല്ല. ചുറ്റുമുള്ള ഓരോ വസ്തുവും നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ നിശബ്ദമായി നിർദ്ദേശിക്കുന്നുണ്ട്. ടി വി ഓണായാൽ ശ്രദ്ധ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. ഭക്ഷണം കൈവശമുണ്ടെങ്കിൽ അത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. പുസ്തകം കണ്ണിനു മുന്നിലുണ്ടെങ്കിൽ അത് തുറക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ശക്തരാകണമെന്ന് പരിസരം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. നമ്മൾ പ്രതികരിക്കുന്ന ജീവികളാണ് എന്ന് നമ്മുടെ പരിസരത്തിന് അറിയാം. അറ്റോമിക് ഹാബിറ്റ്സ് ഇവിടെ ഒരു നിർണായക സത്യം മുന്നോട്ട് വെക്കുന്നു: ശീലങ്ങൾ മാറ്റണമെങ്കിൽ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല, പരിസരം രൂപകൽപ്പന ചെയ്യുകയാണ് വേണ്ടത്. ഒരു മോശം ശീലം ഒഴിവാക്കാൻ നിങ്ങൾ ദിവസേന അതുമായി പോരാടേണ്ടി വരുന്നുവെങ്കിൽ അത് തന്ത്രത്തിന്റെ പരാജയമാണ്. ശീലത്തിന്റെ ശക്തിയല്ല അവിടെ ജയിക്കുന്നത്, ആ ശീലത്തെ പ്രേരിപ്പിക്കുന്ന പരിസരവുമായുള്ള നിരന്തര സമ്പർക്കത്തിന്റെ ശക്തിയാണ്. ഒരു ബിസ്ക്കറ്റ് പാത്രം തുറന്നു വെച്ചാൽ അത് കഴിക്കാൻ വലിയ പരിശ്രമം ആവശ്യമില്ല. അതേ ബിസ്ക്കറ്റ് അലമാരയ്ക്കുള്ളിൽ പൂട്ടിവെച്ചാൽ അത് കഴിക്കണമെന്ന ചിന്ത പോലും വരില്ല. ഇവിടെ ഇച്ഛാശക്തി മാറിയിട്ടില്ല, പരിസരം മാത്രമാണ് മാറിയത്. ഇത്തരം ചെറിയ വ്യത്യാസങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത്. പരിസരം എന്നത് ഒരു മുറിയിലുള്ള വസ്തുക്കൾ മാത്രമല്ല. നിങ്ങൾ ദിവസേന സ്വീകരിക്കുന്ന വിവരങ്ങൾ നിങ്ങളുടെ പരിസരമാണ്. നിങ്ങൾ കേൾക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങളുടെ പരിസരമാണ്. നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകൾ നിങ്ങളുടെ പരിസരമാണ്. നെഗറ്റിവിറ്റിയിൽ നിറഞ്ഞ ഇടത്ത് പോസിറ്റിവിറ്റി വളരാൻ ബുദ്ധിമുട്ടാണ്. ഡിസ്ട്രാക്ഷനുകൾ നിറഞ്ഞ ഇടത്ത് ഏകാഗ്രത എന്നത് അപൂർവമായ ഒരു കഴിവായി മാറും. നമ്മൾ പലപ്പോഴും ഡിസിപ്ലിൻ ഉള്ള ആളുകളെ കാണുമ്പോൾ പറയും, അവർക്ക് വലിയ സ്വയം നിയന്ത്രണമുണ്ട്. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിന് ലളിതമായ ഒരു വിശദീകരണം നൽകുന്നു. അവർ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഇടങ്ങളിൽ താമസിക്കുന്നില്ല. അവർ തങ്ങളുടെ പരിസരത്തെ തങ്ങളുടെ പക്ഷത്ത് തന്നെ പ്രവർത്തിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ട്. അവരെ രക്ഷിക്കുന്നത് സ്വയം നിയന്ത്രണമല്ല, ബുദ്ധിപൂർവമായ രൂപകൽപ്പനയാണ്. പരിസരം വ്യക്തിത്വത്തെയും ശക്തമായി സ്വാധീനിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന ഇടം നിങ്ങളോട് ദിവസേന പറയുന്ന ഒരു കഥയുണ്ട്: നിങ്ങൾ ആരാണ് എന്ന്. മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ടെങ്കിൽ ഞാൻ വായിക്കുന്ന ആളാണ് എന്ന സന്ദേശം ബ്രെയിനിന് നൽകും. വൃത്തിയുള്ള ഇടം വ്യക്തതയെ ക്ഷണിക്കും. അശുദ്ധമായ ഇടം ആശയക്കുഴപ്പത്തെ സാധാരണമാക്കും. ഇതൊന്നും അത്ഭുതമല്ല, മനഃശാസ്ത്രമാണ്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ഒരു ശീലം പരാജയപ്പെട്ടാൽ എനിക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയരുത്. എൻ്റെ പരിസരം എവിടെയാണ് എന്നെ തെറ്റിക്കുന്നത് എന്ന് ചോദിക്കുക. ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുക. ശ്രദ്ധ ചിതറിപ്പോകുന്ന കാര്യങ്ങൾ കണ്ണിന് മുന്നിൽ നിന്ന് മാറ്റുക. നല്ല ശീലങ്ങളെ കണ്ണിന് മുന്നിലേക്ക് കൊണ്ടുവരിക. ഇതെല്ലാം ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം, പക്ഷേ ശീലങ്ങളുടെ ദിശ നിശ്ചയിക്കുന്നത് ഇവ തന്നെയാണ്. പരിസരം മാറ്റിയാൽ ഉടൻ വിജയം ഉറപ്പാകില്ല, പക്ഷേ എതിർപ്പ് വളരെ കുറയും. എതിർപ്പ് കുറയുമ്പോൾ ശീലം സ്വാഭാവികമാകും. ശീലം സ്വാഭാവികമായാൽ പ്രചോദനം ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോരാട്ടമല്ല, ഒരു ഒഴുക്ക് സൃഷ്ടിക്കലാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സമയമില്ല. അറ്റോമിക് ഹാബിറ്റ്സ് ഇതിന് മറുപടി പറയുന്നു: സമയം ഇല്ലാതാകുന്നില്ല, അത് നമ്മുടെ പരിസരത്തെ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അനന്തമായ സ്ക്രീൻ സ്ക്രോളിംഗ്, ആസൂത്രണമില്ലാത്ത ഉള്ളടക്കം കാണൽ, പശ്ചാത്തല ശബ്ദങ്ങൾ, ഇവ നീക്കം ചെയ്താൽ സമയം തിരികെ ലഭിക്കും. പരിസരം നിങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന ആശയം ആദ്യം കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകാം. അപ്പോൾ ഞാൻ സ്വതന്ത്രനല്ലേ എന്ന സംശയം വരാം. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നു, പരിസരം നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിയന്ത്രണം നിങ്ങളിലേക്ക് തിരികെ വരുന്നു. നിങ്ങൾ ഇരയല്ല, നിങ്ങൾ നിങ്ങളുടെ പരിസരം രൂപകൽപ്പന ചെയ്യാൻ പ്രാപ്തനാണ്. ശീലങ്ങളെ ജയിക്കാൻ നിങ്ങൾ ശക്തരാകേണ്ടതില്ല. നിങ്ങൾ ചുറ്റുമുള്ള ലോകത്തെ അല്പം പുനർരൂപകൽപ്പന ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ മനസ്സിനെ ശക്തമാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ പരിസരം തടസ്സമില്ലാത്തതാക്കണം.
അപ്പോൾ ശീലങ്ങൾ സ്വയം നടക്കും. ഭാഗം 5. മോട്ടിവേഷനെ മറികടക്കുന്ന ശീലങ്ങൾ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വാക്ക് മോട്ടിവേഷൻ ആണ്. ഇന്ന് മനസ്സുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ചെയ്യും, നാളെ മനസ്സില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഈ രീതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ ജീവിതം ഒരിക്കലും സ്ഥിരതയിലേക്ക് എത്തിക്കാനാവില്ല. കാരണം മോട്ടിവേഷൻ ഒരു ഉറച്ച അടിസ്ഥാനമല്ല, അത് താൽക്കാലികമായ ഒരു പ്രചോദനം മാത്രമാണ്. നമ്മൾ പലപ്പോഴും വിജയിച്ചവരെ നോക്കി പറയാറുണ്ട്, അവർക്ക് വലിയ പ്രചോദനമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം ഇതിന്റെ വിരുദ്ധമാണ്. അവർ പ്രചോദനത്തെ ആശ്രയിക്കുന്നില്ല, അവർ ശീലങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പ്രചോദനം വന്നാലും പോയാലും ശീലങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് അവരുടെ ജീവിതം തുടർച്ചയായി മുന്നോട്ടു പോകുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മനിയന്ത്രണം എന്നാൽ സ്വയം പീഡിപ്പിക്കുന്ന ഒരു പ്രക്രിയയല്ല എന്നാണ്. ആത്മനിയന്ത്രണം ജീവിതം എളുപ്പമാക്കുന്ന ഒരു സംവിധാനമാണ്. ഒരിക്കൽ രൂപപ്പെടുത്തിയ ശീലങ്ങൾ പിന്നീട് നിങ്ങളെ താങ്ങി നിർത്തും, നിങ്ങൾ അവയെ താങ്ങേണ്ടതില്ല. മോട്ടിവേഷൻ നിറഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വലിയ തീരുമാനങ്ങൾ എടുക്കും. ഇന്നു മുതൽ ഞാൻ എല്ലാം മാറ്റും. പക്ഷേ മോട്ടിവേഷൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ആ തീരുമാനങ്ങൾ തകർന്നു വീഴും. ശീലങ്ങളാൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ അങ്ങനെയല്ല. അവിടെ വലിയ തീരുമാനങ്ങൾ ആവശ്യമില്ല. ചെറുതും ആവർത്തനപരവുമായ പ്രവർത്തനങ്ങൾ മാത്രം മതി. ഒരു കുട്ടി എഴുത്ത് പഠിക്കുന്നത് പോലെയാണ് ശീലങ്ങളുടെ രൂപീകരണം. ആദ്യം പേന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, വരകൾ വളഞ്ഞും വക്രമായും വരും. എന്നാൽ ദിവസേന പരിശീലനം തുടരുമ്പോൾ ഒരിടത്ത് പേന കൈയുടെ ഭാഗം തന്നെയായി മാറും. അപ്പോൾ എഴുതാൻ പ്രചോദനം ആവശ്യമില്ല, അത് സ്വാഭാവികമായി നടക്കും. അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് ഒരു ശീലം വിജയിക്കുന്ന നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലാത്ത നിമിഷമാണ് എന്നാണ്. നിങ്ങൾ പല്ല് തേക്കുമ്പോൾ അതിനെ ഒരു നേട്ടമായി കാണുന്നില്ല. അതുപോലെ തന്നെയാണ് നല്ല ശീലങ്ങളും. അവ ആഘോഷിക്കേണ്ട സംഭവങ്ങളല്ല, ദിനചര്യയുടെ ഭാഗമാണ്. അപ്പോഴാണ് അവ വിജയിക്കുന്നത്. നമ്മൾ പലപ്പോഴും പരാജയത്തെ അത്യന്തം നാടകീയമായി കാണുന്നു. ഒരു ദിവസം ശീലം മുടങ്ങിയാൽ നമ്മൾ പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്. അറ്റോമിക് ഹാബിറ്റ്സ് ഈ ചിന്താരീതിയെ തകർക്കുന്നു. ഒരു ദിവസത്തെ പിഴവ് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിർവചിക്കില്ല. തുടർച്ചയായ പിഴവുകളാണ് വ്യക്തിത്വം മാറ്റുന്നത്. അതുകൊണ്ടാണ് തുടർച്ചയായി 2 തവണ ഒഴിവാക്കരുത് എന്ന ആശയം ശക്തമാകുന്നത്. ശീലങ്ങൾ വിജയിച്ച ജീവിതത്തിൽ സ്വയം കുറ്റപ്പെടുത്തൽ കുറയും. ഞാൻ മോശമാണ് എന്ന വാചകം എൻ്റെ സിസ്റ്റം ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന വാചകമായി മാറും. ഈ മാറ്റം മനുഷ്യനെ മാനസികമായി കൂടുതൽ ആരോഗ്യവാനാക്കും. പ്രശ്നത്തെ വ്യക്തിത്വത്തിൽ നിന്ന് പ്രക്രിയയിലേക്കാണ് ഇത് മാറ്റുന്നത്. 1 വർഷം മുമ്പ് ആരംഭിച്ച ഒരു ചെറിയ ശീലം ഇന്ന് നിങ്ങൾക്ക് വലിയ മാറ്റമായി തോന്നിയേക്കാം. എന്നാൽ തുടക്കത്തിൽ അതേ ശീലം നിസ്സാരമായിരുന്നു. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നു. വളർച്ച ശബ്ദമില്ലാതെ നടക്കുന്നതാണെന്ന് അത് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ദിവസേന നിങ്ങൾ ഇത് ചെയ്യണോ വേണ്ടയോ എന്ന ഉള്ളിലെ വാദം നടത്താതിരുന്നാൽ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാകും. ആ സ്വാതന്ത്ര്യത്തിൽ സൃഷ്ടിപരമായ ചിന്ത വളരും, ആഴമുണ്ടാകും, ഏകാഗ്രത ഉണ്ടാകും. നിങ്ങൾ പൂർണ്ണനായിരിക്കേണ്ടതില്ല, ശക്തനായിരിക്കേണ്ടതില്ല, എപ്പോഴും മോട്ടിവേഷനോടെ ഇരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സ്ഥിരത പുലർത്താൻ കഴിഞ്ഞാൽ മതി. സ്ഥിരത നാടകീയമല്ല, പക്ഷെ സ്ഥിരത വിധിയെ മാറ്റും. പ്രചോദനം വരും, പ്രചോദനം പോകും, പക്ഷെ ശീലങ്ങൾ മാത്രം ബാക്കി നിൽക്കും. ജീവിതം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഒരേ സ്വപ്നമാണ് കാണുന്നത്. ഒരു ദിവസം ഉണരുമ്പോൾ എല്ലാം മാറിയിരിക്കണം. മനസ്സ് ശാന്തമായിരിക്കണം, ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം, ജീവിതം നിയന്ത്രണത്തിലായിരിക്കണം. പക്ഷേ ജീവിതം അങ്ങനെയല്ല മാറുന്നത്. അത് ശബ്ദമില്ലാതെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ നിമിഷങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. ഈ യാത്ര മുഴുവൻ നമ്മൾ കണ്ടത് ഒരു സത്യം മാത്രമാണ്. വലിയ മാറ്റങ്ങൾ വലിയ തീരുമാനങ്ങളിൽ നിന്ന് ജനിക്കുന്നില്ല, അവ ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത്. ദിവസേന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ചെറിയ പ്രവർത്തനങ്ങൾ, അവയാണ് നമ്മുടെ ഭാവിയെ നിർമ്മിക്കുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് നമ്മളോട് പറയുന്നത് വലിയ ചുവടുകൾ എടുക്കാൻ ശ്രമിക്കരുത് എന്നാണ്. ശരിയായ ദിശയിൽ ചെറിയ ചുവടുകളാണ് വേണ്ടത്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ പരിശ്രമിച്ചിട്ടും ഞാനൊന്നും നേടിയില്ല എന്ന് തോന്നാം. ഇത് സാധാരണമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ശീലങ്ങൾ കൊണ്ട് ഫലമില്ല എന്ന് പറയാനാവില്ല. ഇത്തരത്തിലുള്ള കാലഘട്ടം പലർക്കും അനുഭവപ്പെടും. ചെറുതായുള്ള സ്ഥിരമായ ശ്രമങ്ങൾ തുടരുമ്പോഴും ചിലപ്പോൾ ഫലം ഉടൻ കാണപ്പെടില്ല. ഇതൊരു മഞ്ഞുപാളി പോലെയാണ്. മേൽഭാഗത്ത് മാറ്റം കാണുന്നില്ല എങ്കിലും താഴെ വളർച്ച നടക്കുകയാണ്. ശീലത്തിൽ ഇടക്കാലത്തേക്ക് വീഴ്ച വരുന്നത് പരാജയമല്ല,
ഈ സമയത്ത് വീഴ്ചയെ ഒരു പഠനാനുഭവമായി കാണുകയും ഞാൻ വീണ്ടും ശ്രമിക്കാം എന്ന മനോഭാവം പാലിക്കുകയും വേണം. ഓരോ ദിവസവും ചെയ്ത ചെറിയ പരിശ്രമങ്ങൾ ദീർഘകാലം കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഫലമായി പ്രതിഫലിക്കുന്നത്. സ്ഥിരത, ക്ഷമ, ചെറിയ വിജയങ്ങൾ ഇവയെല്ലാം യഥാർത്ഥ മാറ്റത്തിന് അടിസ്ഥാനമൊരുക്കും. ശീലത്തിൽ പ്രത്യാശ കുറയുമ്പോൾ നേരിടാൻ ചില മാർഗങ്ങളുണ്ട്. ചെറിയ വിജയങ്ങൾ രേഖപ്പെടുത്തുക, പ്രവർത്തനത്തെ ആഘോഷിക്കുക, നമ്മുടെ സിസ്റ്റം ഉറപ്പാക്കുക. ബോറടി, വീഴ്ച ഇവയെല്ലാം സ്വാഭാവികമായ ഘടകങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇടക്കാലത്തെ പ്രതിസന്ധികളും വീഴ്ചകളും വളർച്ചയുടെ ഭാഗമാണ്. ചെറിയ ശ്രമങ്ങളും വിശ്വസനീയമായ ശീലങ്ങളും ചേർന്ന് വലിയ മാറ്റത്തിനുള്ള വഴി ഉണ്ടാക്കും. മോട്ടിവേഷൻ നമ്മളെ തുടങ്ങാൻ സഹായിക്കും. ശീലങ്ങളാണ് നമ്മളെ യാത്രയിൽ നിലനിർത്തുന്നത്. നമ്മുടെ വ്യക്തിത്വം മാറുമ്പോഴാണ് യഥാർത്ഥ മാറ്റം നിലനിൽക്കുന്നത്. പരിസരം ശരിയായി രൂപകൽപ്പന ചെയ്താൽ സ്വയം നിയന്ത്രണം ആവശ്യമില്ലാത്ത ഒരു ജീവിതം സാധ്യമാകും. ഈ ആശയങ്ങൾ എല്ലാം ചേർന്നാണ് നമ്മളെ ലളിതമെങ്കിലും ശക്തമായ സത്യത്തിലേക്ക് നയിക്കുന്നത്. ജീവിതം ജയിക്കുന്നത് ഒരൊറ്റ നിമിഷത്തിലല്ല, അനേകം ചെറിയ ദിവസങ്ങളിലൂടെയാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനം, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ശ്രമം, ഇപ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്രാധാന്യം തോന്നാതിരിക്കാം. പക്ഷേ സമയം അതിനെ ശേഖരിക്കും, സമയം അതിനെ കൂട്ടിച്ചേർക്കും. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം തന്നെ മാറിയിരിക്കും. മാറ്റം ശബ്ദത്തോടെ വരില്ല, മാറ്റം തലക്കെട്ടുകളാവില്ല, മാറ്റം നിശബ്ദമായി നടക്കും. പക്ഷെ അത് നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ പുതുതായി എഴുതപ്പെടും. ചെറിയ ശീലങ്ങളെ അവഗണിക്കരുത്. അവയാണ് ജീവിതത്തിൻ്റെ വലിയ രഹസ്യം.